ശ്രീലങ്കൻ മുസ്ലിംസ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു റിയൽ സ്റ്റോറി നമുക്ക് നോക്കിയാലോ. ശ്രീലങ്കയിൽ എൻ്റെ അപ്പൂപ്പൻ ഗ്രാമം വിട്ട് ടൗണിലേക്ക് താമസം മാറിയപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്തവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് ആണ് ലീസിനെടുത്തത്. ഇൻഡിപെൻഡൻസ് കിട്ടി, ബ്രിട്ടീഷേഴ്സ് പോയി, ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. വലിയ വീടായതുകൊണ്ട് ആ വീട് നടുവിൽ നിന്ന് രണ്ടായി തിരിച്ച്. പക്ഷെ ആ രണ്ട് വീടുകളുടെ ഹാൾ തമ്മിൽ ഒരു ഇടവാതിലുണ്ടായിരുന്നു. ഈ വാതിലിലൂടെ കടന്ന നേരെ മറ്റേ വീടിന്റെ ഹാളിലേക്ക് കയറാൻ പറ്റും. ഒരു വീട് എൻ്റെ അപ്പൂപ്പനും മറ്റേത് മുഹമ്മദ് ഹസൻ എന്ന വ്യക്തിയും മേടിച്ച്. പക്ഷെ രണ്ടുപേരും ആ വാതിൽ മാറ്റി മതിൽ പണിയാൻ തീരുമാനിച്ചില്ല. പകരം ഞങ്ങളുടെ വീട്ടിലെ എന്ത് ആഘോഷവും ദുഃഖവും വന്നാലും അവർ ആ വാതിൽ തുറന്നു തരും. ഞങ്ങളും അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ മതം, രീതി, ചടങ്ങ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. പക്ഷെ 3 തലമുറയായി ഒരുമിച്ച് താമസിച്ചിരുന്ന ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു പരാതിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിലും ഇതുപോലെ വാതിലുകളുണ്ട്. ഒന്ന് തുറന്നാൽ ഒരുമിച്ച് സന്തോഷിക്കാനും സങ്കടത്തിൽ ചേർന്നിരിക്കാനും ഒരു കൂട്ടായി ആ വാതിൽ കടന്ന് പല അതിഥികൾ വന്നു. അതിൽ എൻ്റെ ഫേവറേറ്റാണ് വട്ട്ലാപ്പം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ചെയ്തു നോക്കണേ.